മുല അല്ല മുല എന്ന സമയത്ത് അയ്യേന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് എൻജോയ് ചെയ്യാണ്. എത്രയോ തവണ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വന്നിട്ടും ഒരുപാട് ബാഡ് കമന്റ്സ് കേട്ടിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് നീഡ് ടു വാച്ച് ദ ലൈഫ്, സ്കിപ്പ് ദ ലൈഫ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവേണ്ട. പക്ഷെ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ ചിന്തിപ്പിക്കാനുള്ളതാണ്. അന്ന് ഞാൻ ഉറപ്പിച്ചു, കാണും വേണം പറയും വേണം. ഇതിനാണ് നിങ്ങളുടെ ദാരിദ്ര്യം പുറത്ത് കാണിക്കുന്നത്. ബാഡ് കമന്റ് ഇടുക, ഫ്രസ്ട്രേഷൻ തീർക്കുക. ചെയ്യുന്ന ആള് തെറ്റും, പോകുന്ന ആള് തെറ്റല്ല. ഒരു പെണ്ണിനെയും അശ്ലീല നോട്ടം നോക്കാത്ത ഒരാളാവണം. മലയാളിയാണ്, അവളത് ചെയ്യരുത്. ആസ്വദിക്കാൻ പറ്റാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ആരും അടുപ്പിക്കാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ഒരാളുടെ ശരീരം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന സമയത്ത് ആ മോനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ്, ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ്, ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ്. അന്ന് ഇതിൽ കാണുന്ന അശ്ലീലല്ലേ? നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നൂല്ലേ? എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ഫ്രീഡം നിന്ദിക്കാനോ? കഴിഞ്ഞതും 60 കഴിഞ്ഞവരൊക്കെ യൗവനം പോലെ ആസ്വദിക്കുന്നുണ്ട് അവർ ലൈഫ്. ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. ദേ ഡോണ്ട് ഹാവ് ദ ഫ്രസ്ട്രേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസ് കൂടുന്നത്. ആസ്വദിക്കൂ ജീവിതം, ആസ്വദിക്കൂ യൗവനം. ഓക്കെ? പക്ഷെ ഈ പറയുന്ന മാന്യന്മാരൊന്നും ഒരു പെണ്ണിനെ നോക്കാത്തവരാണോ? ഞാൻ ലേറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഐ തിങ്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ട്. എനിവേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളെടുത്ത് ഞാൻ നോർമലി ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യാറ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്കിപ്പ് ചെയ്യാം. ഇവിടെ വന്ന് ബാഡ് കമൻറ്റ് ഇട്ടാൽ നല്ല രീതിയിൽ വന്നാലും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ബോദർ. ഓക്കെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. ഓക്കെ? Yes, myself Rak, I am from India, Kerala. This section we can call BC Talk. BC Talkil ഇന്ന് എൻ്റെ ടോപ്പിക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്? നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ? സോ നമുക്ക് ഫസ്റ്റ് റിക്വസ്റ്റിലോട്ട് കടക്കാം. ഷിയാസ്. ഹായ് ഷിയാസ്, കേൾക്കുന്നുണ്ടോ? ഹലോ. ഹായ് ഷിയാസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക് കേട്ടായിരുന്നോ? ഇല്ല, കേട്ടിട്ടില്ല. എന്തേന്നു? ചെറിയൊരു ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് മുതൽ നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് പറയുന്നൊരു വേർഡ് ഉണ്ട്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇത് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? അതൊരു ചെല്ലല്ലേ? ചൊല്ലാണ്. അത് ലൈഫുമായിട്ട് മാച്ച് ചെയ്ത് സംസാരിക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും ഇൻസിഡൻസ് പറയാം. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൈഫിലോട്ട് അത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് സൈഡ് കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാനും വയ്യ, നെഗറ്റീവ് സൈഡ് കാണുമ്പോൾ കൂടെ നിർത്താനും പറ്റുന്നില്ല. ബന്ധങ്ങളാകാം, ജോബ് ആകാം, എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ലൈഫായിട്ട് എന്താ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റായിട്ട് ഇതുവരെയായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതുവരെ ഒന്നും വന്നില്ല. രണ്ട് സിറ്റുവേഷനിൽ വന്നിട്ടില്ല. നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല, കൂടെ നിർത്താനും പറ്റുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. വരികയൊക്കെ ചെയ്തേക്കണു, എന്നാലും പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ഓക്കെ ഷിയാസ്, നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാന് പെരിന്തൽമണ്ണ. കേട്ടുക്കണോ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് അറിയാം, അങ്ങോട്ട് വരലുണ്ട്. താങ്ക് യു ഷിയാസ്, ടേക്ക് കെയർ, ബൈ. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറയാനില്ല, എന്നൊരു പഴഞ്ചൊല്ലാണ് ഞാൻ കൂടെ എടുത്തിരിക്കുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഇൻസിഡൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലൈക്ക് പഴഞ്ചൊല്ലുമായിട്ട് കൂട്ടിക്കലർത്തി സംസാരിക്കണമെന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാം. സോ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ BC Talk. BC Talkൽ ഇന്ന് ടോപ്പിക് അല്ല, ചെറിയൊരു പഴഞ്ചൊല്ലാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. സോ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും വ്യക്തികളെ പരാമർശിക്കാൻ പേര് പറയേണ്ട, ഇൻസിഡന്റിനെ കുറിച്ച് സംസാരിക്കാനോ, അത് ലൈക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഓക്കെ, പ്രൊഫഷൻസിലാണെങ്കിലും ഓക്കെ. യെസ് മുഹമ്മദ് റാഫി, എന്തുണ്ട് വിശേഷം? എൻ്റെ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ലൈവിന്റെ ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. ഐ എം ഫൈൻ ഡിയർ, ഐ എം ഫൈൻ. സോ പ്ലീസ് ലെറ്റ് മീ നോ ഹൂ ഈസ് വാച്ചിങ് ഫസ്റ്റ് ടൈം. ആരാണ് ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നത്? പ്ലീസ് ഡു ദ കമന്റ്സ്. ഓക്കെ? അപ്പം ഗീവർഗീസ്, ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾക്ക് പലപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ കടന്നു പോയിട്ടുണ്ടാക്കും. ഉണ്ടോ ഇല്ലേ? സത്യമല്ലേ പറഞ്ഞത്?
Okay, first time watching, right? So where are you from and what you are doing? Okay, and you are comfortable with Malayalam? ഇന്ന് ടോപ്പിക് ഒന്നുമില്ല. ഇന്ന് ഞാൻ ചെറിയൊരു പഴഞ്ചൊല്ലാണ് എടുത്തിരിക്കുന്നത്. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. കുറച്ച് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ചില ആളുകളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, എന്തോരം ശല്യാണ് ഇവരെ കൊണ്ട്, അല്ലേ? എൻ്റെ ബിസി ടോക്ക് പോലെ അല്ലേ? അങ്ങനെയല്ലേ? ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന്. നിങ്ങളുടെ ടൈം ബിസി ടോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് തരാം. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് അപ്പം നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പേര്, പ്രഫീൻ ആണോ? പ്രഫീൻ എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല, നമ്മുടെ ചെറിയൊരു പഴഞ്ചൊല്ലാണ്. ഇപ്പം എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്, അല്ലേ? കൺഫ്യൂസ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ജോബ്സ് ആയിരിക്കാം, മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആ സമയത്ത് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ്, ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് കാണുമ്പോൾ നമുക്കത് എന്ത് പറ്റും, ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ അതുപോലെ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് കാണുന്ന സമയത്താണെങ്കിൽ നമുക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല. അതും ഈ ഒരു പഴഞ്ചൊല്ലും കൂടെ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെടുത്തി എന്ത് സംസാരിക്കാൻ പറ്റുന്നോ ലൈവിൽ വരാം, സംസാരിക്കാം. ഓക്കെ, മോഡേൺ ഡ്രസ്സ് വേണോ വേണ്ടിയോ? മോഡേൺ ഡ്രസ്സ് ധരിക്കുന്ന എന്നോടാണോ ബാല ഇത് ചോദിക്കുന്നത്? ഓക്കെ, കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊരു വൈഡ് നെക്ക് ഇട്ട് വന്നപ്പം ലൈവിൽ വന്ന് ബാഡ് കമന്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇതാണ്, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. ഇത് കംഫർട്ടബിൾ ആണെങ്കിൽ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇത് കണ്ട് കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയാം. പക്ഷേ ഞാൻ കേൾക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി ഞാൻ ഓൾറെഡി ബ്രാ വിയർ ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് മോഡേൺ ടൈപ്പ് ബ്രാനെ കുറിച്ചിട്ട് നോളജ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. നോളജ് ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ല, പഴഞ്ചൊല്ലാണ്. സോ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് ഡു കമൻസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നൗഫൽ, ഇറ്റ്സ് അപ് ടു മീ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലത് ചെയ്താലും ചീത്തത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലത് ചെയ്താൽ ചീത്തത് ചെയ്താൽ, രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എത്രയോ തവണ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടും ഒരുപാട് ബാഡ് കമന്റ്സ് കേട്ടിട്ടുണ്ട്. സോ ഐ എം നോട്ട് ബോദറിങ് എനി വൺ. ഇഫ് യു വാണ്ട് ടു വാച്ച് ദ ലൈവ്, ഇഫ് യു ഡോണ്ട് നീഡ് ടു വാച്ച് ദ ലൈവ്, സ്കിപ്പ് ദ ലൈവ്. ഓക്കെ, സോ പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? ഓക്കെ അല്ല, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്ന് നമ്മുടെ ടോപ്പിക്കാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താണ് ഓർമ്മ വരുന്നത്? ഐ ഡോണ്ട് നോ അബൌട്ട് ദീസ് പബ്ലിക് ഹോളിഡേ അപ്ഡേഷൻസ്, സോറി. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിരൺ എന്താണ് സംസാരിക്കാനുള്ളത്? ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രവാസി ലൈഫ്. വി ഹാവ് എ ടോപ്പിക് ടുഡേ. പ്രേമം. ഓൾറെഡി വി ടേക്ക് എ ടോപ്പിക് ടുഡേ. ഓക്കെ, പ്രേമവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ചില സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു, നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ബോയിനെ കണ്ടു, നമുക്ക് അവളെ വേണം തോന്നും, അല്ലെങ്കിൽ നമുക്ക് അവനെ വേണം തോന്നും. പക്ഷെ അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ക്യാരക്ടർ കാണുന്ന സമയത്ത് ഈ ചൊല്ല് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, അല്ലേ? സത്യമല്ലേ പറഞ്ഞത്? പ്രേമം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ബിസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെയാണ്. ഓക്കെ, 10 മണി മുതൽ 11 മണി വരെ നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ടോപ്പിക് അല്ല, ഒരു പഴഞ്ചൊല്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പഴഞ്ചൊല്ലുമായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും? അതുപോലെ പ്രവാസവും. ക്രേസി ദുബായ്. ഫസ്റ്റ് ടൈമാണ് ലൈവ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു പഴഞ്ചൊല്ല്, ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ല് കേൾക്കുമ്പോൾ, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ്, എന്നാലും പഴഞ്ചൊല്ല് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. VD സതീശൻ. ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണ് ഒന്ന് കമന്റ് ചെയ്തോളൂ. എല്ലാവരുടെ അടുത്തും ഞാൻ പേഴ്സണലി പറയുകയാണ്, നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് ചൂസ് ചെയ്യാറ്. സോ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പഴം ചൊല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അത് നമ്മുടെ ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഓർമ്മ വരുന്നത്, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാൻ പറ്റും. കമന്റ് ചെയ്യാൻ മാത്രമല്ല, ലൈവിൽ വന്ന് സംസാരിക്കാം. നമ്മുടെ ജോലി ചില സമയങ്ങളിൽ അങ്ങനെ തോന്നാറുണ്ടല്ലേ. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആകാതിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അയ്യോ സാലറി വേണ്ടേ. അതാണ് അതിന്റെ സ്വീറ്റ് പോയിന്റ്. ഇപ്പൊ ഞാൻ സ്വീറ്റ് ആൻഡ് അതിന്റെ ഒരു സാൾട്ടി പോയിന്റിനെ കുറിച്ച് സംസാരിക്കാം. ഏതൊരു ഇൻസിഡന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു സ്വീറ്റ് പോയിന്റും ഉണ്ടാവും, അതിനൊരു സാൾട്ടി പോയിന്റും ഉണ്ടാകും. അതായത് അതിന്റെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും. അപ്പൊ നമ്മളത് നോക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ രണ്ട് കൺഫ്യൂഷനിൽ നിൽക്കാറുണ്ട്. വേണോ വേണ്ടേ. സെയിം നമുക്ക് ജോബുള്ള സമയത്ത് ജോബിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാലറി ആലോചിക്കുമ്പോൾ നമുക്കത് സാലറി ആലോചിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും മതിരിച്ചിട്ട് തുപ്പാൻ വയ്യ, അല്ലെങ്കിൽ തോന്നും കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ. ഇതൊരു പഴഞ്ചൊല്ലാണ്. നമ്മുടെ ഒരു റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കമന്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്തിട്ട് ലൈവിൽ വന്ന് സംസാരിക്കുന്നതാണ്. അത് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ. ജോലി നിർത്തണമെന്ന് പലപ്പോഴും തോന്നും, ജോലിയുടെ പ്രഷർ കാണുമ്പോൾ തോന്നും, ജോലിയുടെ ടാർഗറ്റ് കാണുമ്പോൾ തോന്നും, പക്ഷേ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ. ഇത് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ആൻഡ് ഓക്കെ, പാട്ടൊന്നുമില്ല. നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി കൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ ടോപ്പിക്കാണ് എടുക്കാറ്. 10 മണി മുതൽ 11 മണി വരെയാണ്. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാം. മോർ ദാൻ ദാറ്റ് കമന്റ്, ഇഫ് യു ആർ ഡൂയിങ് സം ബ്ലാ 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 ടോക്ക്, കംപ്ലീറ്റ് ഇഗ്നോറിംഗ് ആണ്. മ്യൂട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഓക്കെ. ആൻഡ് മുഹമ്മദ് എന്താണ് സംസാരിക്കേണ്ടത്? ഓക്കെ. സോ പ്ലീസ് ഡു ദ കമന്റ്സ്. ആൻഡ് റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നത് നമ്മുടെ ജോബിൽ, നമ്മുടെ ലൈക്ക് റിലേഷൻഷിപ്പിൽ ഈ പഴഞ്ചൊല്ല് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റൂല. ഓക്കെ. യെസ് എമറാൾഡ്, വി ഹാവ് എ ടോപ്പിക്, വി ഹാവ് എ പഴഞ്ചൊല്ല് ടുഡേ. ഓക്കെ. ആൻഡ് പ്ലീസ് ഡു ദ കമന്റ്സ്. കമന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് ഐ എം ഗെറ്റിംഗ് കൺഫ്യൂസ് ആക്ച്വലി. So please, Muhammadu, and Siraj. Yes, Siraj, how are you, dear? പഴഞ്ചൊല്ല് കാലഘട്ടത്തിന് അപ്രസക്തി, അത് പറഞ്ഞത് മനസ്സിലായില്ല. പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ പഴമക്കാരി മുതൽ അത് പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും റിയൽ ഇന്നത്തെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പഴഞ്ചൊല്ലിൽ പതിരില്ല, പക്ഷെ പല സത്യങ്ങളും ഉണ്ട് അതിൽ. ആണോ അല്ലേ? ഓക്കെ. സോ ആൻഡ് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ ടോപ്പിക്സ് ഉണ്ടാക്കും. ഓക്കെ. സോ എല്ലാവർക്കും നമ്മുടെ ബിസി ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. യെസ് അജിത്, ഹൗ ആർ യു? ആൻഡ് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ആയിരിക്കും നമ്മുടെ ടോക്കിംഗ് സെഷൻ. ഓക്കെ. കണക്ട് ആവുന്നില്ലെങ്കിൽ ഐ എം ജസ്റ്റ് ട്രൈങ് ടു റിക്വസ്റ്റ്. ഓക്കെ. വി ടി സതീഷ്, നോ, എനിക്കറിയില്ല, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഐ ജസ്റ്റ് ട്രൈഡ് ആക്ച്വലി. സതീഷിന് ഇവിടെയും റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. മേ ബി അത് ഫോളോ ചെയ്തത് കൊണ്ടായിരിക്കും. സോ ഫോളോ ചെയ്തതിന് ശേഷം അൺഫോളോ ചെയ്തോളൂ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ലൈവിൽ വന്ന് സംസാരിക്കണമെങ്കിൽ ഫോളോ റിക്വസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം അൺഫോളോ ചെയ്തോളൂ, നോ പ്രോബ്ലം. കാരണം ഇത് ഞാൻ സംസാരിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഓൾറെഡി എന്തുകൊണ്ടാണ് ആരെയും ഫോളോ ചെയ്യാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസർ ഓൾറെഡി കൊടുത്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നാളത്തെ ടോപ്പിക്ക് നാളെ സംസാരിക്കാം, ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് സംസാരിക്കാം. ഓക്കെ. സോ പ്ലീസ് ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ബിസി ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ. നിങ്ങൾ ടിക്ടോക്കിൽ നോർമലി കാണുന്നത് എന്താണ്? നോർമലി കാണുന്ന ഗെയിംസ് ചെയ്യുന്ന ആളുകളെ കാണാം, സ്ട്രീമിംഗ് ചെയ്യുന്ന ആളുകളെ കാണാം. അതിലൂടെ ഗിഫ്റ്റേഴ്സ് ആണ് കൂടുതൽ നിങ്ങൾ കാണുന്നത്. ഗിഫ്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസി ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10K ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കുമുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഒരു ഗിഫ്റ്റ് എന്നല്ല, ഗിഫ്റ്റ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുക? ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ഉണ്ടാക്കും. അന്ന് എടുക്കുന്ന ടോപ്പിക്സിൽ ബെസ്റ്റ് കമൻറ്റർ, ബെസ്റ്റ് ടോക്കർ ആൻഡ് വീക്ക്ലി വ്യൂവേഴ്സിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എല്ലാവരുടെ അടുത്തും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. ഹായ് ഡിയർ, എന്ത് വിശേഷം? സോ നമ്മൾ വരുന്ന കമൻസ് എല്ലാം ചെക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അതിനെ നേരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത്
നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് ആ കൺഫ്യൂഷൻസ് നമ്മൾ നികത്തുന്നത്? ഓക്കെ, ഒരു കാര്യത്തിൽ ഒരു സൊല്യൂഷൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് വിലയിരുത്തുന്നത്, എങ്ങനെയാണ് സൊല്യൂഷൻസ് കാണുന്നത്? ദിവസവും വരുന്നവർക്ക് തീർച്ചയായിട്ടും ഗിഫ്റ്റ് ഉണ്ടാക്കും. ഈ മലയാളിയായിട്ടുള്ള ഡൽഹി മെയിലിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഐ എം എ ബോൾഡ് മോഡൽ. യു ക്യാൻ ചെക്ക് മൈ ഇൻസ്റ്റഗ്രാം, യു ക്യാൻ ചെക്ക് മൈ ടിക്ടോക്ക്. ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ ഡു. ഓക്കെ, സോ കൂടുതൽ ഉപദേശം വേണ്ട, വീട്ടിലല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ഉപദേശിക്കേണ്ട. ഓക്കെ, സോ പ്ലീസ് മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ലൈഫിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് കണക്ട് ചെയ്യുന്നത്. പഴഞ്ചൊല്ല് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഓരോരോ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് അതിലെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ലൈവിൽ വരാം, സംസാരിക്കാം. ഓക്കെ, സോ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഇറ്റ്സ് വെരി കോമൺ. ഇഫ് വി ഡു സംതിങ് ഗുഡ്, ഇഫ് വി ഡു സംതിങ് ബാഡ്, കമൻറ്റ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, വേണമെങ്കിൽ മനസ്സിലാക്കാം, വേണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട. നമ്മൾ ഏറ്റവും വലിയ തെറ്റെന്താ അറിയും ഈ ലോകത്ത്? ഞാൻ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് തെറ്റായിട്ടൊക്കെ തോന്നും. നിങ്ങൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ടാക്കും, അല്ലേ? ഈ ലോകത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓക്കെ, അത് വിട്ടേക്ക്. വേറൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നത്, അവർക്കെതിരെ ഒഴിവാക്കുകൾ പറയുന്നത്, അവർക്കെതിരെ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നതെല്ലാം തെറ്റാണ്. ആ തെറ്റ് പറയുന്ന ആളുകൾ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു റീസൺ ഉണ്ടാവില്ല. മേ ബി റീസൺസ് തോന്നും അവർക്ക്, ഇതൊരു റീസൺ ആണെന്ന് തോന്നും, മേ ബി വേറൊരു റീസൺ കിട്ടും. സോ പ്ലീസ് തിങ്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, ദെൻ മറ്റുള്ളവരെ ലൈക്ക് നമ്മൾ കൈ ഊന്നി സംസാരിക്കാന്ന് പറയും. ഓക്കെ, തെറ്റ് ചെയ്യാത്തവരാരുണ്ട് ഗോപു? പിന്നെ അല്ലാതെയാ? ഓക്കെ, ബൈ. നാളെ വരാമെന്നാണ്. ഈ ലൈവിലുള്ള കുറേ കമൻറ്റ്സ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ റിക്വസ്റ്റ് സ്പെഷ്യലി തരുന്നുണ്ട്. ഐ എം ട്രൈങ് ടു ഗെറ്റ് യു ലൈക്ക് ഇൻവിറ്റേഷൻ. ഞാൻ നമ്മുടെ ഡൽഹി മെയിലിന് ഞാനൊരു ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്, ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, ഇത്രയും കമൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ചോയ്സസ് ഉണ്ട്. ഓക്കെ, എനിക്ക് എൻ്റെ ലൈവിൽ എനിക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു കോൺഫിഡൻസ് ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈവിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, ബാഡ് കമൻറ്റ് ആണെങ്കിലും ഗുഡ് കമൻറ്റ് ആണെങ്കിലും, ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ആ പറയുന്ന കമൻറ്റ്സ് ലൈവിൽ വന്ന് വോയിസ്, സ്വന്തം സൗണ്ട് എങ്കിലും പുറത്തു വിട്ടിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ ഡു, നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള സംസാരം കണ്ടിന്യൂ ചെയ്യാം. ഐ എം പ്രൊമോട്ടിങ് യു ആക്ച്വലി. അതും കൂടെ ഒന്ന് ചിന്തിക്കുകയും. അങ്ങനെയില്ല, നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും ഇപ്പം നമ്മുടെ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഈ സിറ്റുവേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ ഫിഗർ ആവാൻ വന്നോ അപ്പോഴാണ് എനിക്ക് തോന്നിയത്. സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് സൈഡ് കണ്ട സമയത്ത് മതിരിച്ചിട്ട് തുപ്പാൻ വയ്യ, പക്ഷേ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ട സമയത്ത് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ. എന്താണ് ഈ പോസിറ്റീവ് സൈഡ്, എന്താണ് ഈ നെഗറ്റീവ് സൈഡ്? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളെല്ലാവരും, ഈ കാണുന്ന മലയാളികളെല്ലാവരും, അല്ലെങ്കിൽ ഏത് എനി പീപ്പിൾസ്, നിങ്ങൾ ആരും നിങ്ങളുടെ നാട്ടിൽ നിന്നല്ല ഈ ലൈവ് കാണുന്നത്. ആണോ അല്ലേ? ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാണ്, മേ ബി വെക്കേഷനായിട്ടും പോയിട്ടുണ്ടാകും. അതിനർത്ഥം നിങ്ങൾ ലോകം കണ്ടവരാണ്, കൾച്ചർ കണ്ടവരാണ്. ഓക്കെ, മലയാളികൾക്ക് ഈ ഡ്രസ്സേ ചെയ്യാവൂ, മലയാളികൾ ഈ രീതിയിൽ സംസാരിക്കാവൂ, മലയാളികൾ ഈ കൾച്ചറെ ഫോളോ ചെയ്യാവൂ എന്ന് നിങ്ങൾക്ക് നിബന്ധനകളുണ്ടെങ്കിൽ പ്ലീസ് ടീച്ച് യുവർ ഫാമിലിയിലുള്ള പെണ്ണുങ്ങളത് പഠിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്രയും നിങ്ങൾക്ക് ഫ്രീഡം ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ റെസ്ട്രിക്ട് ചെയ്യാം. പുറത്ത് വന്ന് ലോകം കാണുന്ന ആളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂസ് ദ കോമൺ സെൻസ്. എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, എല്ലാവർക്കും ചോയ്സസ് ഉണ്ട്. നിങ്ങൾ നോർമൽ ഡ്രസ്സിങ് രീതികൾ വരെ പുറത്ത് കാണുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു മലയാളി പെൺകുട്ടി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വൾഗറായിട്ട് തോന്നുന്നത്? ഇറ്റ്സ് നോട്ട് എൻ്റെ ഫോൾട്ട് അല്ല, നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ കൾച്ചർ, അതാണ് ഫോൾട്ട്. ഈ കൾച്ചർ മാത്രം റെസ്പെക്ട് ചെയ്യുന്ന, ഈ കൾച്ചർ മാത്രം അഡോപ്റ്റ് ചെയ്യുന്ന നിങ്ങൾ എന്തിന് GCC കൺട്രിയിൽ വന്ന് വർക്ക് ചെയ്യുന്നു? വല്ല വയലിൽ പറമ്പിലും പണിക്ക് പോയാൽ പോരെ? ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ, ഞാൻ ഇത് മനഃപൂർവ്വം ഇട്ട ഡ്രസ്സാണ്, എൻ്റെ കോൺഫിഡൻസ് ആണത്,
നിങ്ങൾ ബാഡ് കമൻസ് ക്ലീവേജ്, മുലയ്ക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ ക്ലീവേജ്, ഞാൻ കൂടുതൽ ഞാൻ മീൻസ് ഇതിൽ ടിക്ടോക്കിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ എത്ര ബാഡ് കമൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ബാൻ വരില്ല. അത് ടിക്ടോക്കിൻ്റെ തെറ്റാണ്. പക്ഷേ ഒരു വേർഡ് ഒരു സ്ട്രീമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻ കിട്ടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഊരിക്കളാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഊരേണ്ട സമയത്ത് ഞാൻ ഊരും. അല്ല, ഊരിയത് കാണാത്ത പോലെ ആയിരിക്കില്ല അവരുടെ സംസാരം. ഞാൻ പറയുന്നത് ടിക്ടോക്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഓക്കെ, എനിക്ക് എന്താണ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളത് അത് ഞാൻ ചെയ്യും. എനിക്ക് വീണ്ടും പറയാനുള്ളത്, നാടൻ കൾച്ചറും നാട്ടുംപുറവും ഇഷ്ടപ്പെടുന്ന ഒരാളും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവേണ്ട. മനസ്സിലായല്ലോ? നാടൻ കൾച്ചറും നാട്ടുംപുറവും ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ കാണുമ്പം മോശം എന്ന് തോന്നുന്നത് ചെയ്യുന്നവരുടെ തെറ്റു മാത്രമല്ല. മനസ്സിലായോ? നിങ്ങളെല്ലാവരും GCCയിലുള്ളവരാണ്, ലൈവ് കാണുന്നവരെല്ലാവരും ആണോ അല്ലേ? ഇന്ന് ടോപ്പിക് ഒന്നുമില്ല. ഇന്ന് നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാ മാന്യന്മാർക്കും ചുണക്കുട്ടിയുടെ മറുപടിയാണ്. മനസ്സിലായോ? ഐ എം വെരി വെരി പ്രൊഫഷണൽ വേ ടു ടോക്ക്. തെരുവിളികൾ ഞാൻ വിളിക്കുന്നില്ല ലൈവിൽ. പക്ഷെ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ ചിന്തിപ്പിക്കാനുള്ളതാണ്. ഞാൻ ചെറിയ രീതിയിൽ സ്ലീവ്ലെസ് ഇട്ട് ലൈവ് ചെയ്ത സമയത്ത് ഒരുപാട് ബാഡ് കമൻറ്റ് ഞാൻ കണ്ടു. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഏത് രീതിയിലാണോ ഡ്രസ്സ് ചെയ്യുന്നത് ആ രീതിയിൽ ലൈവിൽ വരും. ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, കുറ്റം പറയേണ്ടവർക്ക് കുറ്റം പറയാം. ലൈവ് എൻ്റെതാണ്, ഞാൻ ഡിസൈഡ് ചെയ്യും എപ്പം സ്റ്റോപ്പ് ചെയ്യണം, എപ്പം കണ്ടിന്യൂ ചെയ്യണം. തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു, ബട്ട് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഇഫ് യു വാണ്ട് ടു എൻജോയ്, ഇഫ് യു വാണ്ട് ടു സ്റ്റേ, ഇഫ് യു വാണ്ട് ടു ഡു ബാഡ് കമൻറ്റ്സ്, ഇറ്റ്സ് കംപ്ലീറ്റ്സ് അപ് ടു യു ആൻഡ് മൈ ഫ്രീഡം അപ് ടു മീ ഓൺലി. ഇതിന് ഫെമിനിസം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ആർ ദ റോങ് പേഴ്സൺ. നിങ്ങൾ നാട്ടിലുള്ള കുലസ്ത്രീകളെ കണ്ടു വളരാനും അവരുടെ കൂടെ ജീവിക്കാനും അവരുടെ കൂടെ എല്ലാ ഉദ്ദേശത്തിലും നടക്കാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗോ ബാക്ക് ടു കേരളം വരെ മാറിപ്പോയി. ഗോ ബാക്ക് ടു യുവർ പട്ടിക്കാട്. എനിക്കറിയില്ല നാട് ഏതാണെന്ന്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സോ അഗെയിൻ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ BC ടോക്ക്. BC ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ല, പഴഞ്ചൊല്ലായിരുന്നു. പഴമക്കാരെ ഓർമ്മ വന്നു എനിക്ക്. പഴഞ്ചൊല്ല് ഇതാണ്: കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ അതിന് തന്നൊരു എക്സാമ്പിൾ മാത്രമായിരുന്നു ഈ കമന്റ് റീഡിങ് ആൻഡ് മൈ റിയാക്ഷൻസ്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയാസിനുള്ള ഒരു പ്രയോഗമാണിത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. മൈ ലൈഫ് മൈ റൂൾസ് ഞാൻ പറയില്ല. ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല, സോറി. മേ ബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ ബോഡി എൻ്റെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, എൻ്റെ ബോഡിയിലുള്ള കോൺഫിഡൻസ് ഐ ക്യാൻ എക്സ്പോസ് ബിക്കോസ് ഐ ഹാവ് ദിസ് കോൺഫിഡൻസ്. ഇഫ് യു ഹാവ് ദ കോൺഫിഡൻസ് ടു ഷോ യുവർ ഫേസ്, നിങ്ങളുടെ ഫേസ് കാണിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആദ്യം കാണിക്കാം. ബി എ മാൻ. മനസ്സിലായല്ലോ? ഈ ഒരു വാക്കിൻ്റെ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ. അത് മലയാളത്തിൽ പറഞ്ഞാൽ വേറെ ഇതാകും. ഓക്കെ, സോ താങ്ക് യു. ഇനി നമുക്ക് എല്ലാ കമൻസ് ഒന്ന് ഉള്ളടക്കം ചെയ്യാം അല്ലേ? സോഷ്യൽ മീഡിയാസിൽ വരുന്ന കമൻസ് ഒക്കെ ഒന്ന് ഉള്ളടക്കം ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് അത് നല്ലൊരു ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളത് അങ്ങനെ പറയണ്ട. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ലൈവ് കാണുന്ന എല്ലാവരും 18 വയസ്സ് തികഞ്ഞവരാണല്ലോ. ഇതിൽ എത്ര ആളുകൾ, ഞാൻ ചിലപ്പോൾ ഇത് വേർഡ് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയലേഷൻ ആകും. ഇതിൽ എത്ര ആളുകൾ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, എത്ര ആളുകൾ ആസ്വദിക്കുന്നില്ല? നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറയാം, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ ഒരു നോളജ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അത്യാവശ്യം ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ലേഡി എന്ന രീതിയിൽ എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ സംസാരിക്കാം. സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നത് 3 വിധത്തിലുള്ള ആളുകളാണ്, ആണുങ്ങളാണ്. സ്ത്രീകളെ വിട്. സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നത് 3 തരത്തിലുള്ള ആണുങ്ങളാണ്. അതിലൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ബോൾഡ് ഫിഗർ അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, അതുപോലെ പ്രസൻറ്റ് ചെയ്യും. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, യു ആർ ലുക്കിംഗ് സെക്സി. ലൈക്ക്, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യരുത്, കാരണം എൻ്റെ ലൈവ് ബാൻ ആക്കും. അങ്ങനെ സ്ത്രീ സൗന്ദര്യം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന എത്രയോ സ്റ്റാൻഡേർഡ് മെൻ, ബി എ മെൻ അറിയാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യേന്ന് പറഞ്ഞു പോകുന്ന ടീംസാണ്. അത് ഓക്കെയാണ്, കാരണം അവർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അവരും ഓക്കെയാണ്, കാരണം അവരാരും ഓപ്പൺലി സംസാരിക്കുന്നില്ല.
മൂന്നാമത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കാണും വേണം, പറയും വേണം. ശിവ ശിവ ഈ മൂടാണ്. കാണുന്ന സമയത്ത് അയ്യേന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് എൻജോയ് ചെയ്യാണ്. അങ്ങനെയുള്ളവർക്ക് ദാരിദ്ര്യം കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഫേക്ക് ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും വിറയൽ വന്നിട്ട് ടൈപ്പിംഗ് തുടങ്ങുന്നത്. എന്തിനാണ് നിങ്ങളുടെ ദാരിദ്ര്യം പുറത്ത് കാണിക്കുന്നത്? കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ബോയ്സിന് അത്യാവശ്യം ലേഡി ഫ്രണ്ട്സ് ഉണ്ടാക്കും, അത്യാവശ്യം ലേഡീസ് കണക്ഷൻസ് ഉണ്ടാക്കും, ഈവൻ ലൈക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടാക്കും. ദാരിദ്ര്യമുള്ള ബോയ്സിന് എപ്പോഴും ദാരിദ്ര്യം മാത്രമായിരിക്കും. അവരുടെ ഫ്രസ്ട്രേഷൻ മാറ്റാനുള്ള രണ്ട് ഓപ്ഷൻ. ഒന്ന്, വീഡിയോ വാച്ച് ചെയ്യാം. ദുബായിൽ ഓൾറെഡി ബാൻഡാണ്. പലരും VPN ഒക്കെ കണക്ട് ചെയ്ത് വാച്ച് ചെയ്യുന്നുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളുടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിരിക്കും. ഇങ്ങനെയല്ല, നോർമൽ നല്ല വൃത്തിയിൽ ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളുടെ ലൈവിൽ പോയിട്ട് ബാഡ് കമൻറ്റ് ഇടുക, ഫ്രസ്ട്രേഷൻ തീർക്കുക, ബാഡ് കമൻറ്റ് ഇടുക, ഫ്രസ്ട്രേഷൻ തീർക്കുക. ഓക്കെ, വേറെ എന്താണ്? സൗന്ദര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗന്ദര്യം എന്താണ് ശരിക്കും? കറുത്തവർക്ക് സൗന്ദര്യമില്ല, വെളുത്തവർക്ക് സൗന്ദര്യമുണ്ട്, തെറ്റാണ്. വെളുത്തവർക്ക് സൗന്ദര്യമില്ല, കറുത്തവർക്ക് സൗന്ദര്യമുണ്ട്, തെറ്റാണ്. സൗന്ദര്യം എന്നതിനപ്പുറത്തോട്ട് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. സൗന്ദര്യം പല രീതിയിലായിരിക്കും. നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെ കാണുന്ന സമയത്ത് അവരിൽ കാണുന്ന സൗന്ദര്യം, നിങ്ങൾക്കൊരു സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൗന്ദര്യ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. മേ ബി ആളുടെ സംസാരത്തിലായിരിക്കാം, മേ ബി ആളുടെ പ്രവൃത്തിയിലായിരിക്കാം, മേ ബി ആളുടെ ബോഡി ലാംഗ്വേജിലായിരിക്കാം. എന്തെങ്കിലും ഒരു സൗന്ദര്യം നിങ്ങൾ കണ്ടുപിടിക്കും. ബിക്കോസ് യു ഹാവ് ദ ടാലൻറ്റ്. ഒരു സൗന്ദര്യം ആസ്വദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ലെങ്കിൽ കാണുന്നതെല്ലാം അഗ്ലി ആയിട്ട് തോന്നും. മനസ്സിലായോ? ശരിയാണോ പറഞ്ഞത്? ആ കമൻറ്റിന് അരുൺ അങ്കിളുടെ കമൻറ്റിനാണ് ഞാൻ മറുപടി തന്നത്. അവയവം കാണിക്കുന്നത് സൗന്ദര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോനെ, നീ ഏത് പട്ടിക്കാട്ടിലാണ് ജനിച്ചത്? കോൺഫിഡൻസ്, സ്ത്രീകളുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചില ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവയവം കാണിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സൗന്ദര്യം കുറവാണ്, അതുകൊണ്ടല്ലേ നീ ഇടയ്ക്ക് ലൈവ് വാച്ച് ചെയ്ത് നിൽക്കുന്നത്. സൗന്ദര്യം ആസ്വദിക്കാനുള്ള നിന്റെ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ try to consult a doctor. It's good for you. Otherwise, you can't satisfy your girlfriend, your husband. Sorry, husband gay allalo ni. You can't satisfy your wife. ആ കമൻറ്റിനുള്ള മറുപടി ഞാൻ തന്നു. ഇനി വേറെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടോ? ഇന്ന് ഞാൻ എൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണ്. രശ്മി നായരുടെ കോൺഫിഡൻസ് ആളുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. ആളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരുമല്ല. നിങ്ങളെപ്പോലെയുള്ള ഒരാണ് ആളുടെ പിറകിലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വൈഫിനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. യു ആർ കമ്മിങ് ഫ്രം യുവർ ഫേക്ക് ഐ ഡി ഓൺലി. റിയൽ ഐ ഡി എന്ന് വന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്ലീവേജ്. ഇനി മൂല അല്ല, മുല. സിംഹം എന്താണെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ ടിക്ടോക്കിൽ ലൈവ് ചെയ്യുന്നത് ഗിഫ്റ്റ് കിട്ടാനല്ല. എൻ്റെ ലൈവിൽ ഞാൻ ഗിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ നോർമൽ പീപ്പിൾസ് ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ അവസാനം എന്ന് പറഞ്ഞാൽ അത് ചാവാൻ നേരത്താണോടെ അവളുടെ ക്ലബ്ബ് പോയി ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ഇന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. എനിക്ക് അതിനുള്ള കോൺഫിഡൻസിനെ ഞാൻ ചെയ്യും. എനിക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ദാറ്റ്സ് മൈ ഫ്രീഡം. വൈ യു വാണ്ട് ടു ബോദർ മീ? ഇംഗ്ലീഷ് അറിയാവോ? അങ്കിളിന് ഇംഗ്ലീഷ് അറിയെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യും. അതിനുശേഷം ലോകം നന്നാക്കാൻ ചൂലെടുത്തിട്ട് വാ. ചൂലെടുത്തിട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് യൂസ് യുവർ മൂഞ്ചി. വേറെ എന്താണ്? നമുക്കിന്ന് ടോപ്പിക്കൊന്നുമില്ല. ഒരുപാട് സന്തോഷമായില്ല എല്ലാവർക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാം. റിച്ചു, എനിക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് ഒരു റൈറ്ററാണ്. ഓൾറെഡി മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തു, ഉദയനിത. അതിൻ്റെ ഡയറക്ടർ, റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസറാണ്. ആൻഡ് വേറെ എന്താണ് അറിയേണ്ടത്? താങ്ക് യു ടിങ്കോ. എനിക്കറിയില്ല നിങ്ങൾ ഗിഫ്റ്റാണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല. PST, 'yes' 'yes' 'പറഞ്ഞോളൂ. 'PST' 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 '
ന്യൂ ഷൂട്ട് ഓൾറെഡി ഓക്കെ. ഇതിൽ ഡൽഹി ചത്തുപോയോ? ഡൽഹി ഉഗാണ്ടയിലേക്ക് പോയോ? അരുൺ, എനിക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. നിന്റെ അമ്മ നിനക്ക് പാല് തന്ന സമയത്ത് എല്ലാം ഉടഞ്ഞിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യും. എനിക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞുണ്ടായിട്ട് ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വേണോ? വയറെന്നറിയാനുള്ളത് ഇന്ന് രാത്രിക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, വേറെ എന്താണ്? ആക്ടിങ് ചെയ്യാൻ ഒരാളുണ്ട്, മറക്കണ്ട. ഷുവർ. ഫിൽറ്റർ വെറുതെ കിട്ടുന്നതല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ട് തന്നൊന്നല്ലല്ലോ, വെറുതെ കിട്ടുന്നതാണ്. ആർക്കും ഇടാം. ഫിൽറ്റർ ഇല്ലാത്ത കുറേ വീഡിയോസും ഫോട്ടോസും ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞാൻ ബ്രൗൺ അല്ല, ഇനിയിപ്പം ബ്രൗൺ ആണെങ്കിലും ഇറ്റ്സ് ഓൾസോ ബ്യൂട്ടി അല്ലേ? നമ്മൾ പാവങ്ങൾക്ക് പാർലറിൽ പോകാനൊന്നും സമയമില്ല, കാശില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. ഡൽഹി മെയിലിന് പണ്ട് ശ്രുതി തമ്മിയുടെ അടുത്ത് പോയിട്ടുള്ള ശീലമുള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അവൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടോ, അവൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നീ അറിയണമെങ്കിൽ നിനക്കായിരിക്കുമല്ലോ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. ഇനി അഥവാ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള സ്മാർട്ട്നെസ് ഉണ്ട്, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇത് വലിയ ഇത്ര തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ. നോ മണി നോ ഹണി. ഇറ്റ്സ് ട്രൂ. ഇറ്റ്സ് ട്രൂ ഡിയർ. ഇറ്റ്സ് ട്രൂ. മനസ്സിലായോ? എല്ലാ ബോയ്സിൻ്റെ അടുത്തോ പറയാനുള്ളത്. നോ മണി നോ ഹണി. നിങ്ങളുടെ ഭാര്യ മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക്. ഇത് ദുബായിയാണ്. ചെയ്യുന്ന ആൾ തെറ്റും പോകുന്ന ആൾ തെറ്റല്ല. അതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പേഴ്സണൽ ചോയ്സസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആണുങ്ങൾ, ബാഡ് കമൻറ്റ് ചെയ്യുന്ന ആണുങ്ങൾ ഒരു പെണ്ണിൻ്റെ അടുത്തും പോവാത്ത ആളാവണം. ഒരു പെണ്ണിനെയും അശ്ലീല വാക്കുകൾ പറയാത്ത ഒരാളാവണം. ഒരു പെണ്ണിനെയും അശ്ലീല നോട്ടം നോക്കാത്ത ഒരാളാവണം. അങ്ങനെയുള്ള ഒരാൾ എന്നെ വന്ന് ഉപദേശിക്കുകയാണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യാം. കാണിക്കുന്നത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. നമ്മുടെ ശരീര അവയവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ബോയ്സാണ്, ഓക്കെ, ഗേൾസ് ഉണ്ട്. നമ്മുടെ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളി കൾച്ചർ മാത്രമല്ല ഇങ്ങനെ മൂടി മറിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മലയാളി പെൺകുട്ടി ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെയാണോ? അല്ല, നിങ്ങൾ നിൽക്കുന്നത് ദുബായ് ആണോ സൗദി അറേബ്യ ആണോ, ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും കാണുന്ന പുറത്ത് പർദ്ദട്ട് നടക്കുന്ന ആളുകളെയാണോ? ഓക്കെ, അങ്ങനെയാണ് 2-3 ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് എനിക്ക് ഓർഡർ ചെയ്തതാ. പർദ്ദയാണോ സാരിയാണോ, ഞാനത് കൊടുത്തിട്ട് ലൈവിൽ വരാം. യെസ്, ഐ എം ഇൻ ദുബായ്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ലൈവിൽ വരുമ്പോൾ. ഇൻബോക്സിൽ വരുന്ന മെസ്സേജിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് അവിടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അറിയാറില്ല. പക്ഷെ ലൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷമയാണ്. കാരണം ഞാൻ കാണുന്ന എൻ്റെ മനോഹരമായിട്ടുള്ള മുഖമാണ്. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഞാൻ എൻ്റെ മുഖത്തുള്ള മനോഹാരിത കളയരുത്. ഞാൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതെൻ്റെ കോൺഫിഡൻസാണ്, അതെൻ്റെ സൗന്ദര്യമാണ്, എൻ്റെ ക്ഷമയാണ്. എത്രയോ ലൈവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും. ബാഡ് കമൻറ്റ്സ് വരുന്ന സമയത്ത് 2 രീതിയിലുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. 1 മ്യൂട്ട്, ബ്ലോക്ക്. 2 എന്താണ്? 2 തെറിവിളികൾ. ഏത് പെണ്ണും ചെയ്യും. ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയോ? മ്യൂട്ടും ബ്ലോക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കളയാം, പ്രതിസന്ധികളിൽ നിന്നും ചാടി മറിയാം. ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമ്മുടെ ലൈഫിൽ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ വേറെ പ്രതിസന്ധി വരും, ഇതല്ലെങ്കിൽ ഇത് വരും. ഇങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഒഴിവാക്കി മുന്നോട്ടേക്ക് പോകാൻ ചിലപ്പം പറ്റില്ല. വി നീഡ് ടു ഫൈറ്റ്. മേ ബി വി നീഡ് ടു ഫൈറ്റ്. നമുക്ക് പല സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ ബാഡ് കമൻറ്റ്സ് പോലും അങ്ങനെ ഒരു സംഭവമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്ത് കമൻറ്റ് ചെയ്യുന്നവർ, ബാഡായിട്ട് പറയുന്നവർ നല്ലത് ചെയ്താലും പറയും, ബാഡായിട്ടുള്ളത് കണ്ടാലും പറയും. ഓക്കെ, ദുബായിൽ ദേറ അടച്ചു വെക്കാൻ പറ്റൂല. കുറച്ച് സിമെന്റ് ഇട്ടിട്ട് വാങ്ങി. എനിക്ക് കാണിക്കാനുള്ളത് ഞാൻ കാണിക്കും. അമ്മാവന്മാർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫോട്ടോഷൂട്ട് ഞാൻ ഇതിലും എക്സ്പോസ്ഡ് ആയിട്ട് ഇനിയുള്ളത് ഇനിയും വരാനുണ്ട്. നിങ്ങൾ ആരെയും ചൂലെടുത്ത് നന്നാക്കുന്നത്? സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങളെ നന്നാക്കിയിട്ട് സൊസൈറ്റി നന്നാക്കാൻ വാ.
നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ വീണ്ടും പറയാണ്, 3 രീതിയിലുള്ള ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. 3 രീതിയിലുള്ള ആളുകൾ, 3 രീതിയിലുള്ള ആണുങ്ങൾ ഈ സൊസൈറ്റിയിലുണ്ട്. ഒന്ന് എന്താണെന്നറിയാവോ? സൗന്ദര്യം ആസ്വദിക്കുന്നവര്. അവർക്ക് ഒരുപാട് സ്ത്രീ ഫ്രണ്ട്സുകൾ ഉണ്ടാവും, സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാകും. അവർ മോഡേൺ കോൺസെപ്റ്റ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും, മോഡേൺ കോൺസെപ്റ്റിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ ലോകത്ത് ജീവിക്കുന്നത്, അത്രയും പെൺ സുഹൃത്തുക്കളുടെ കൂടെ. അവർക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, കാരണം അവർ സ്ത്രീകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സ്ത്രീ സുഹൃത്തുക്കളും ഉണ്ടാവില്ല. അവർക്ക് കാണുന്നതെല്ലാം തെറ്റെന്ന് പറഞ്ഞ് ശീലം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങൾ അടുപ്പിക്കൂല. അവരുടെ റിയൽ മുഖം, റിയൽ ക്യാരക്ടർ പെണ്ണുങ്ങൾ അടുപ്പിക്കൂല. ഈ അടുപ്പിക്കാതെ വരുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ കൂടി ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും തെറി വിളിക്കുന്ന നിങ്ങളെ പോലുള്ള ആണുങ്ങൾ. രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ആരാന്നറിയാവോ? തെറ്റ്. ശരി, അവരും തെറ്റ് ചെയ്യാത്തവരാണ്. ഒരു സ്ത്രീയെ അവർ ലൈംഗികപരമായിട്ട് കമന്റ് ചെയ്യില്ല. ഒരു സ്ത്രീയെ അവർ ലൈംഗികപരമായിട്ട് ഒരു രീതിയിൽ ഉപദ്രവിക്കൂല, നോക്ക പോലുമില്ല. ആ കാറ്റഗറിയാണോ നിങ്ങൾ? ഈ 3 കാറ്റഗറിയിൽ ഏത് വിഭാഗമാണ് നിങ്ങൾ? ബാഡ് കമന്റ് ചെയ്യുന്ന ആളുകളോടാണ് ചോദിക്കുന്നത്. കുറെ നേരമായിട്ട് സഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഡ്രസ് ചെയ്ത് വന്നതാണ്. നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വന്ന ഒരു ഷോ ചെയ്യുന്ന സമയത്തും കാണാം ഇതുപോലെ ഒരുപാട് ബാഡ് കമന്റ്. എന്താ ഈ ബാഡ് കമന്റ് ചെയ്യുന്നവരൊക്കെ മാന്യന്മാരാണോ? ഞാൻ അമ്മായി എന്ന് പറയാൻ എനിക്ക് 32 വയസ്സുണ്ട്. സതീശൻ അങ്കിളാണോ സതീശൻ മോനാണോ എന്നറിയില്ല. സതീശൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർക്കുള്ള പേരാണ്. ആ പേരല്ലേ തൻ്റെത്? മുല കാണിക്കുന്നത് മോഡേൺ ആയിരിക്കും, വേറെ എന്ത് കാണിക്കുന്നത് മോഡേൺ ആയിരിക്കും. മോഡേൺ യുഗത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കും. ടോപ്പിക്കില്ല ഇന്ന് എല്ലാവർക്കുള്ള മറുപടിയാണ്. പറയേണ്ടവർ ഇന്ന് പറയട്ടെ. ആർക്കാണ് എന്താണ് കാണേണ്ടതെന്നുള്ളത് കണ്ടല്ലോ, കാലിൻ്റെ ഇടയിലുള്ളത്. ലൈവിൽ വന്ന് സംസാരിക്കും. നിന്റെ സൗണ്ട് ഞാനൊന്ന് കേൾക്കട്ടെ. അറ്റ്ലീസ്റ്റ് നിന്റെ സൗണ്ട്, വായിന്നുള്ള ബി എ മാൻ, വായിന്നുള്ള വേർഡ് സംസാരിക്കും. ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന 100 ഫോട്ടോസ്, AI നിന്ന് കിട്ടുന്ന 100 ഫോട്ടോസ്, ഇത് വെച്ചിട്ട് ഐഡി ഉണ്ടാക്കുക. ഇവിടെ വന്ന് ഫ്രസ്ട്രേഷൻ തീർക്കുക. അല്ല, കാണിച്ചു തന്നാൽ എന്താ? അല്ല, കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്താ? വൈ യു ബോദറിങ് അബൌട്ട് മീ ആൻഡ് അതർ ഗേൾസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പെൺസുഹൃത്തല്ല, ഞാൻ നിങ്ങളുടെ പെൺസുഹൃത്തല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, ഞാൻ നിങ്ങളുടെ കാമുകിയല്ല, ഞാൻ നിങ്ങളുടെ മകളല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല. എന്തിനാണ് ലോകം നന്നാക്കാൻ നിങ്ങൾ ഇറങ്ങുന്നത്? നിങ്ങൾ ഇതൊന്നും എൻജോയ് ചെയ്യാറില്ലേ? നിങ്ങൾ ലൈംഗിക വീഡിയോസ് കാണാറില്ലേ? നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ GCC കൺട്രിയിലൊക്കെ നിങ്ങൾ കണ്ണ് പൊത്തിയിട്ടാണോ നിങ്ങൾ ഇറങ്ങുന്നത്? ഫിലിപ്പിനോസിന്റെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, വേറെ രാജ്യക്കാർക്ക് കാണുമ്പോൾ പ്രശ്നമില്ല. മലയാളിയാണ് അവളത് ചെയ്യരുത്. എന്താ പ്രശ്നം? നിങ്ങളത് ആസ്വദിക്കാൻ പറ്റാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ആരും അടുപ്പിക്കാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളുടെ ശരീരം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ പ്രായത്തിൽ ബാഡ് ടച്ച് എന്താ, ഗുഡ് ടച്ച് എന്താന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ആണുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കൊരു മോളുണ്ട്, 9 വയസ്സുണ്ട് എൻ്റെ മോക്ക്. എൻ്റെ ഫ്രണ്ടിനൊരു മോനുണ്ട്, 8 വയസ്സുണ്ട്. ആ പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന സമയത്ത് ആ മോനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ്, ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ്, ഈ ഡ്രസ്സ് ബാഡ് ഓർ ഗുഡ് പറഞ്ഞു കൊടുക്കും. ഈ പഠിപ്പ് പണ്ട് നമ്മളെ മലയാളികളെ പഠിപ്പിക്കണമായിരുന്നു. അല്ല, നിങ്ങൾ നമ്മുടെ പണ്ടേത്തെ കൾച്ചർ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിൽക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. വൈ? കാരണം ഇതിൽ കാണുന്ന അശ്ലീലല്ലേ, നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നൂലേ? എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ഫ്രീഡം നിന്ദിക്കാനോ? മറ്റുള്ളവരുടെ ഫ്രീഡം നിന്ദിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് ഫാൻസ് വേണ്ട. ഈ ഫാൻസ് അല്ല എൻ്റെ വീട്ടിലോട്ട് കാശ് തരുന്നത്. ഇതിൽ വരുന്ന ഇത്രയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നും ഒരു ഡയമണ്ട് പോലും ഇതിൽ അടിക്കുന്നില്ല. നീ ഒന്നും ഒരു ലൈവിലും പോയിട്ട് ഒരു ഡയമണ്ട് പോലും അടിക്കുന്നില്ല. നിനക്കൊക്കെ പറ്റിയെന്താണെന്നറിയോ? ഫ്രീ വൈഫൈ, കുറച്ച് വീഡിയോ സ്ക്രോൾ ചെയ്യുക, നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുക. അല്ല, ഈ ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യമില്ലാത്ത ആളുകളാണ്. എനിക്കിപ്പം ആളുകൾ വന്ന് കാണുന്നോ പോകുന്നോ ഞാൻ ബോധേഡല്ല. എന്നോട് സംസാരിക്കുന്നത് പോലും ഞാൻ ബോധേഡല്ല. നിങ്ങളെ കൊണ്ടൊന്നും ആരെ കൊണ്ട് യൂസേജ് ഇല്ല. ബാഡ് കമന്റ് ഇടുന്നവരോടാണ്, ഗുഡ് കമന്റ് അല്ല. ക്ഷമ ആടിന്റെ പ്രതിഫലമല്ല ചെയ്യുക. ചില സമയങ്ങളിൽ നമുക്കിത് നല്ലതാ.
വേറെ എന്താണ് കമൻറ്റ് വരാനുള്ളത്? ഓരോ ഡ്രസ്സിന് ഓരോ സ്റ്റൈലുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്ത മാമ്മമാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ മറ്റേ ഫോൺ ഓൺ ആണെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഓരോ ഡ്രസ്സിനും ഓരോ സ്റ്റൈലുണ്ട്. ഓരോ ഫാഷൻ ഗ്രൂമേഴ്സും ഓരോ സ്റ്റൈലിലാണ് ഓരോ ഡ്രസ്സ് തയ്ക്കുന്നത്. ആ ഡ്രസ്സ് ഇടാൻ കോൺഫിഡൻസ് ഉള്ള ആളുകൾ അതിട്ട് നടക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് പഠിക്കേണ്ടത് നിങ്ങൾ തെറ്റാണെന്ന്. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന കമ്പനിയിൽ പോയിട്ട് പറയണം, അയ്യോ ഇത് മലയാളികൾ റെസ്ട്രിക്റ്റഡ് എന്ന് എഴുതി വെക്കണം എന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കും വാങ്ങി കൊടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് മിണ്ടാതെ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ലൈവിൽ വന്ന് കമന്റ് ചെയ്തിരിക്കുക. അല്ല പിന്നെ ഇനി നല്ല ഡ്രസ്സ് ഇട്ട് സാരി എടുത്ത് പർദ്ദ ലൈവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ മാന്യന്മാരാണോ നിങ്ങളുള്ളത്? കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്ന് നിൽക്കുക. ഏതോ ഒരു ഫേക്ക് ഐഡിന്ന് വന്നിട്ട് വിരലിട്ട് തരട്ടെ. എന്താ അവൻ ഉദ്ദേശിക്കുന്നത്? ഇത് കാണുമ്പം എന്ത് രീതിയിലുള്ള ഒരു സുഖമാണ് ഒരു പെണ്ണിന് തോന്നുന്നത്? നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന എന്നോട് വന്ന് പറയാവൻ. ഞാൻ ഡെയിലി എനിക്ക് ഇഷ്ടമുള്ളത് വന്നിടും. വേണമെങ്കിൽ ലൈവ് കണ്ടാൽ മതി. കണ്ട് ആസ്വദിക്കുക, മിണ്ടാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. കൂടുതൽ ചൊറിയാൻ നിൽക്കണ്ട ലൈവിൽ വന്നിട്ട്. പിന്നെ എന്നും ലൈവ് ചെയ്യുമ്പം ടോപ്പിക്ക് മാത്രം സംസാരിക്കുന്ന സമയത്ത് ഇല്ലാത്ത വ്യൂസാണ് ഇന്ന് വന്നത്. എന്തുകൊണ്ടാണ് വന്നത്? ശരീരം കാണിച്ചിട്ട് വ്യൂസ് വരുന്നുണ്ട്. ശരീരം കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താണ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പരസ്യ ചിത്രത്തിൽ പോലും മോഡൽസ് ശരീരം കാണിക്കുന്നത് എന്താണ്? നിങ്ങളെപ്പോലുള്ള പുരുഷന്മാർ അത് കണ്ടാലേ വരുള്ളൂ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ബൈ, ഗുഡ് നൈറ്റ്. നിക്കർ ഇട്ടിട്ട് ഓൾറെഡി എൻ്റെ ഫോട്ടോഷൂട്ട് കിടക്കുന്നുണ്ട്. പോയി കണ്ടു നോക്ക്. ലൈവിൽ നാളെ വരണം തോന്നി. ഫുൾ സൈസ് കിട്ടുന്നില്ലല്ലോ, നമുക്ക് നോക്കാം. ഇത്ര നിക്കറല്ലേ? നാളെ ലൈവ് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. വന്നാൽ നീ എന്ത് തരും? നിന്റെ മോന്ത കാണിച്ച് ഇവിടെ സംസാരിക്കുമോ? ഇതിൽ എന്നെ വെല്ലുവിളിക്കുന്നവരോട് ഞാൻ പറയാം, വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോന്ത കാണിക്കുമോ? വേറെ പോർഷൻസ് പോട്ടെ, അത് കാണിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ മുഖം കാണിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ? ഷെഡി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന് വ്യൂസ് കൂട്ടണമെന്നില്ല. അതിട്ടിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണുന്ന രീതിയിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. നോക്കിക്കോളും. ഇതൊക്കെ ആസ്വദിക്കണം മാറി നിന്നിട്ട്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള തൻ്റെ ഇടം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കാണിക്കുമോ? എന്നാൽ ഒരുമിച്ച് ലൈവ് ചെയ്യാനുള്ള ധൈര്യം ഇട നീ വാലയണേ. താങ്ക് യു. ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ പ്രശ്നം വരുന്നത്. പണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പാട്ടുണ്ട്, ആസ്വദിക്കൂ ജീവിതം, ആസ്വദിക്കൂ യൗവനം, സിൽസില ഹേ സിൽസില. കേട്ടിട്ടുണ്ടോ? പുള്ളി പറഞ്ഞ ആ പാട്ടിന് ഒരു വരിയുണ്ട്, ആസ്വദിക്കൂ ജീവിതം, ആസ്വദിക്കൂ യൗവനം. നിങ്ങളുടെ യൗവനം മുരടിച്ചവരായിരിക്കും മേ ബി കമന്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കല്ല. നിങ്ങൾക്കത് സ്വയം, ഞാൻ പറയാലോ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാം. ബാഡ് കമൻറ്റ്സ് ഇടുന്നവരാണെങ്കിൽ സ്വയം ഇവാലുവേറ്റ് ചെയ്യാം. നല്ല കമൻറ്റ്സ് ഇടുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാം. ഒരു യൗവനം, ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ള യൗവനം, വികാരങ്ങളുള്ള സമയം. ഈ സമയം ആസ്വദിക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും തെറ്റെന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഉപദേശിക്കാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനോ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനോ നിൽക്കില്ല. ബിക്കോസ് ദേ ആർ എൻജോയിങ് യൗവനം. ചില മാമ്മമാരുണ്ട്, ചില ആളുകൾ, മാമ്മമാർ ഞാൻ ഒരിക്കലും പറയില്ല, ഏജ് ഒരിക്കലും മാറ്റർ അല്ല. യൗവനം എന്നുള്ളത് അവരുടെ പ്രായം കൊണ്ടല്ല. 56 കഴിഞ്ഞതും 60 കഴിഞ്ഞവരൊക്കെ യൗവനം പോലെ ആസ്വദിക്കുന്നുണ്ട് അവരുടെ ലൈഫ്. സ്ത്രീകളുമായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ അയ്യേ എന്ന് പറഞ്ഞു വരില്ല. കാരണം ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. ദേ ഡോണ്ട് ഹാവ് ദ ഫ്രസ്ട്രേഷൻ. പക്ഷേ ചിലവർ 18 വയസ്സായിരിക്കും, ചിലപ്പോൾ 20 വയസ്സായിരിക്കും, ചിലപ്പോൾ 40 വയസ്സായിരിക്കും. ഏജ് നോട്ട് മാറ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ഫ്രസ്ട്രേഷൻസ് കൂടുന്നത്. ചിലപ്പം ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പം കാമുകിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ സൊസൈറ്റിയിൽ ആരും നിങ്ങളെ നോക്കുന്ന പോലും ഉണ്ടാവില്ല, ചിലപ്പം പണം ഉണ്ടാവില്ല, ചിലപ്പം ഫേസ് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സ്വഭാവം കൊള്ളില്ല. ഒരു പെണ്ണിനും വേണ്ടാതെ വരുമ്പോഴാണ് ആണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും അടുത്ത പെണ്ണിൻ്റെ പിറകെ പോയിട്ട് കുറ്റം പറയണം. അവൾ നല്ലത് ചെയ്താലും കുറ്റം പറയണം, അവളുടെ ഡ്രസ്സ് കണ്ടാലും കുറ്റം പറയണം, അവളുടെ എന്ത് തേങ്ങ കണ്ടാലും കുറ്റം പറയണം. ആസ്വദിക്കൂ ജീവിതം, ആസ്വദിക്കൂ യൗവനം. ഓക്കെ, നല്ലത് മാത്രം വരട്ടെ.
നോ പ്രോബ്ലം വിനോദ്, താങ്ക് യു. പണവും പ്രതാപവും നമുക്കെന്തിനാ, ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ? ഫ്രീഡം അല്ലേ നമുക്ക് വേണ്ടത്? ഒരാണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? എന്താ വേണ്ടത്? കാശുണ്ടായിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ലേഡി സുഹൃത്തുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ വന്ന കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളൊരു സമയത്താണ് ഞാൻ ആളെ വിളിക്കുന്നത്. ആളുടെ ഫാമിലിയായിട്ട് സെറ്റിൽഡ് ആണ്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് അതില്ല, ഇതില്ല, മറ്റേതില്ല, മറിച്ചതില്ല, എൻ്റെ കുറ്റങ്ങൾ മാത്രം, എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ ഡയലോഗാണ്, നിനക്ക് ഫ്രീഡം ഉണ്ടല്ലോ. സത്യമാണ്. ഞാൻ ഒരു കാര്യം, എനിക്ക് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒറ്റ കാര്യം ഞാൻ ചിന്തിച്ചു. അവൾ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എടി കാശുണ്ട്, എനിക്ക് ഫ്രീഡം ഇല്ല. എനിക്ക് ഡ്രസ്സ് ഉണ്ട്, എനിക്ക് ഫ്രീഡം ഇല്ല. എനിക്ക് ഫുഡ് ഉണ്ട്, എനിക്ക് ഫ്രീഡം ഇല്ല. ഇതെല്ലാം കിട്ടിയിട്ട് സ്വർണത്തിൻ്റെ കൂട്ടിലിട്ടൊരു വ്യക്തിയാണ്. നിങ്ങളെല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? സോ ഞാൻ ഈ ഒരു ലൈവ് വാച്ച് ചെയ്യുന്നതിൽ ബാഡ് കമൻറ്റ്സ് ഇടുന്നവരെ മ്യൂട്ട് ചെയ്യാതിരിക്കാൻ, ബ്ലോക്ക് ചെയ്തിരിക്കാൻ ഒരേ ഒരു റീസണാണ്. കമൻറ്റ് ചെയ്ത് മടുക്കുമ്പോൾ നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. ഈ ലേശം മണ്ണും ചാണം തിരിച്ചറിയുന്ന ഒരു സമയമാകുമ്പോൾ ഒരു പെണ്ണിനെ എത്രയും, ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രസ്സ് ഇട്ടതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വാട്ട് അബൌട്ട് മൈ ഫ്രീഡം, വാട്ട് അബൌട്ട് മൈ ചോയ്സ്? നിങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കിത് അശ്ലീലം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ മൂവ്. അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് അതെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആണുങ്ങളും മാന്യന്മാരെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. പക്ഷേ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. നിങ്ങൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഞാൻ പറയാണ്, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, മനസ്സിലായോ? പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കോമൺ സെൻസ് ഉള്ള മാൻ ഓർ ഒരു കോമൺ സെൻസ് ഉള്ള വുമൺ ആണെങ്കിൽ നേരെ നടക്കുന്ന സമയത്ത് വലതുഭാഗം തെറ്റി നടക്കും, ഇടതുഭാഗം തെറ്റി നടക്കും, വലതുഭാഗം ശരി നടക്കും, ഇടതുഭാഗം ശരി നടക്കും. ഡോണ്ട് ബോദർ എനിവൺ. മുന്നോട്ടേക്ക് നടക്ക്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ മിങ്കിളാവുന്ന സമയത്ത് നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്ന പൊട്ടത്തരം സമയം ആലോചിക്കുക. അല്ല, നിങ്ങൾക്ക് വേറെ ആളുകളെ കുറ്റം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പ്ലോർ, യു ക്യാൻ എൻജോയ്. ബട്ട് നെഗറ്റീവ് ഒരു ദിവസം പറയും, നെഗറ്റീവ് 2 ദിവസം പറയും, നെഗറ്റീവ് 3 ദിവസം പറയും, 10 ദിവസം പറയും, 30 ദിവസം പറയും. നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാകും. മനസ്സിലായോ? ഒരാളെ നെഗറ്റീവ് പറയുന്ന സമയത്ത് അതേ വിഷം നിങ്ങളുടെ തലയിൽ ഫീഡാകും. അടുത്ത ആളെ നെഗറ്റീവ് പറഞ്ഞ സമയത്ത് അതേ വിഷം നിങ്ങളുടെ തലയിൽ ഫീഡാകും. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ഫീഡായി നിങ്ങൾ ഒറ്റപ്പെടും. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും. അപ്പം നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. ടിക്ടോക്ക് എന്നല്ല, ഏത് സോഷ്യൽ മീഡിയ എന്നല്ല, ഈ ലോകത്തിൽ പോലും ശരിയുണ്ട്, തെറ്റുണ്ട്. എന്നാൽ സ്വയം ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം. മനസ്സിലായോ? നിങ്ങൾ മറ്റുള്ളവരെ ബാഡ് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് അവർക്ക് തെറ്റായിട്ട് തോന്നാം. സെയിം, ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ ശരിയും തോന്നും, നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം. ആകെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നതിനോട് കൂട്ടി വെക്കുക, ഓക്കെ എല്ലാം തോന്നാത്തതിനോട് തള്ളിയിടുക. നടക്കുക, മുന്നോട്ട് ജീവിക്കുക, സന്തോഷത്തിന് വേണ്ടിയിട്ട്, സ്വയം സന്തോഷത്തിന് വേണ്ടി. മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാനോ, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലൂടെ സന്തോഷം കണ്ടെത്താനോ, മറ്റുള്ളവരെ ആക്രോശിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്താനോ അല്ല ജീവിക്കേണ്ടത്. സ്വയം സന്തോഷം കണ്ടെത്താൻ. മനസ്സിലായോ? ഇനി എന്തെങ്കിലും മാന്യന്മാർക്ക് പറയാനുണ്ടോ? കുറച്ചു നേരം ഞാൻ ബാഡ് കമൻസ് കണ്ടില്ല. ബാഡ് കമൻസ് ചെയ്ത് കുത്തി നോവിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവരോട് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കമൻറ്റ് ചെയ്യാം, കുത്തലിവിടെ ഏൽക്കൂല. എന്ത് കമൻറ്റ് ചെയ്താലും കുത്തലിവിടെ ഏൽക്കൂല. എൻ്റെ ഇമോഷൻസ് ചേഞ്ച് ആവാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സമയം മെനക്കെടുത്തണ്ട. കാരണം ഈ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. ഓപ്പോസിറ്റ് ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച്, ഓപ്പോസിറ്റ് ആളുടെ വെറീഡ് ആവുന്നത്, ഓപ്പോസിറ്റ് ആൾ സങ്കടപ്പെടുന്നത്, ഓപ്പോസിറ്റ് ആൾ കരയുന്നത്, നെവർ. അതുകൊണ്ട് സമയം മെനക്കെടുത്തേണ്ട, അതാണ് ഉദ്ദേശമെങ്കിൽ. അതല്ല പ്രശ്നം, ഇതാണെങ്കിൽ ഓക്കെ.
ഭാര്യയെ പേടിയുണ്ടോയെന്നാണോ സതീശൻ ചോദിക്കുന്നത്? അതുകൊണ്ടാണോ സതീശന് ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് തുടങ്ങിയത്? ആളുടെ ഫോട്ടോ തന്നെയാ തോന്നുന്നു. കാണാൻ സുന്ദരനാണല്ലോ, എന്നിട്ടും പെണ്ണുങ്ങളൊന്നും കിട്ടുന്നില്ലേ? റാക്ക് ഓൾവേസ് കോൺഫിഡൻസ്, ഓൾവേസ് കോൺഫിഡൻസ്. ഷുഗർ ഇല്ലേ, ഷുഗർ ഡാഡി ഉണ്ട്. ഒരു ഡാഡിയുടെ സ്പേസ് ഉണ്ടാവുന്നോ? കയ്യിൽ കാശുണ്ടോ എന്തെങ്കിലും? ഒരു ഡയമണ്ട് പോലും കാണുന്നില്ലല്ലോ വി ഡി സതീശൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഫ്രീ വൈഫൈ കിട്ടുന്നതിൽ ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കമന്റ് ഇട്ടാൽ മതിയോ? BP പറഞ്ഞ ബ്ലഡ് പ്രഷർ ആണോ? ഞാൻ കരുതി ഭാര്യയെ പേടിയാന്ന്. രണ്ട് ഡയമണ്ട് അടിച്ചതായിട്ട് ലയണിനെ കാണുന്നുണ്ട്. സ്വയം ലയൺ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നീ ആർക്കാ ലയണായിട്ട് മാറുന്നത്? സ്വന്തം ജീവിതത്തിലാണോ? ഐ ഡോണ്ട് നീഡ്. എല്ലാവരും മൈൻഡ് ചെയ്യാനാണ് ഇന്നിനെ ലൈവ് ഇട്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരും മൈൻഡ് ചെയ്യണം. എല്ലാ മാന്യന്മാർക്കുള്ള ഡയലോഗ്. പക്ഷെ ഈ പറയുന്ന മാന്യന്മാരൊന്നും ഒരു പെണ്ണിനെ നോക്കാത്തവരാണോ? താങ്ക് യു. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? കുറച്ച് ബാഡ് കമന്റ്സ് ചെയ്തിട്ടുണ്ട്, അയ്യേ എന്ന് ചിന്തിക്കേണ്ട പ്രായമല്ലടാ. 32 വയസ്സുണ്ടടാ. ജീവിതം കണ്ടതാ, അത്യാവശ്യം ജീവിതം കണ്ടതാ. എന്നെ പോലെയുള്ള പല ഫ്രോഡുകളെയും കണ്ടതാ. മനസ്സിലായോ? പേടി അത് ലൈഫിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര സിമ്പിളാ. ഹായ് റോളെക്സ്, താങ്ക് യു ഡിയർ. കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ലേഡിയാണല്ലോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പിറകെ കുറേ ആണുങ്ങൾ നടക്കാറുണ്ട്. കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് കാണും. ലൈവിൽ ആരും കാണാറില്ല. ആ കൂട്ടത്തിൽ ഒരുവനാണത്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ കുത്തിയിട്ട് ഒന്നല്ല എല്ലാ പെണ്ണുങ്ങളുടെയും കമൻറ്റ് ബോക്സിൽ കിട്ടാതെ വരുമ്പോൾ ലൈവിൽ വന്ന് തെറി വിളിക്കും. ഇന്ന് വിഷയമില്ല. എന്നെ പോലെ എല്ലാവരും ആയിട്ടുണ്ടെങ്കിൽ എടാ എൻ്റെ DNA ഒന്നേ ഉള്ളൂ. നിന്റെ തന്തയുടെ DNA പോലെ എൻ്റെ അച്ഛൻ്റെ DNA എല്ലാവർക്കും കൊടുത്തിട്ടില്ല. എന്നെ പോലെ ഞാനൊരാളേ ഉള്ളൂ. എന്നെ പോലെ എല്ലാവരും ആണെന്ന് ഞാൻ പറഞ്ഞോ? നിന്നെ പോലെ എല്ലാവരും ആണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞോ? എന്തുവാടേ? കോമൺ സെൻസ് യൂസ് ചെയ്യ്. DNA എനിക്ക് പുറകെ നടക്കുന്നവരെല്ലാം ഇഷ്ടം, എൻ്റെ കൂടെ നടക്കുന്നവരെയാ. ചാർലിത്തെ ഡയലോഗ് അല്ലേ ഇത്? എന്നെ പോലെ ഞാൻ മതി, അതല്ലേ നല്ലത്? വേറെ എന്താ കമന്റ്സ് കഴിഞ്ഞോ? ഇന്നത്തെ ഈ ടോപ്പിക് കൊടുത്ത് വന്നിട്ട് ഒന്നുമില്ല. നോ പ്രോബ്ലം ഡിയർ. ഗിഫ്റ്റിലൊന്നും കാര്യമില്ല. ഞാൻ ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ല ലൈവ് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് 10 മണി മുതൽ 11 മണി വരെ. അയ്യോ 5 മിനിറ്റ് കൂടിയല്ലോ. അയ്യോ വേഗം ബാഡ് കമന്റ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ചെയ്തോട്ടെ. 11 മണിക്ക് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ എൻ്റെ ഷെഡ്യൂൾ 10 മണി മുതൽ 11 മണി വരെയാണ്. ഞാൻ ഗിഫ്റ്റിന് വേണ്ടിയിട്ടല്ല ലൈവ് ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ആണ്. എൻ്റെ ടോക്ക് ഷോയുടെ പേര് ബിസി ടോക്ക് എന്നാണ്. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ഇന്ന് ലൈവില് ആ ഒരു ബിസി ടോക്ക് എന്നുള്ള സെക്ഷൻ മാറിയിട്ട് ഞാൻ ഒറ്റ കാര്യം, ഒരു പഴഞ്ചൊല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. എന്താണ് ഈ ടിക്ടോക്ക്? എൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ്. എൻ്റെ അവസ്ഥ എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ലേഡീസിൻ്റെ അവസ്ഥ ഇതാണ്. ഒരുപാട് പോസിറ്റീവ്സ് ആയിട്ടുള്ള ടിക്ടോക്ക് അത് കണ്ടിട്ട് കഴിച്ചിട്ട് തുപ്പാൻ വയ്യ, ഒഴിവാക്കാൻ വയ്യ. ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഒരുപാട് ഏർണിങ്സ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്നാൽ ചില മലരുകൾ കാരണം മതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്ന്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യെന്ന് പറഞ്ഞ പോലെയാ. ചില മലരുകൾ കാരണം അവർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, അവർക്ക് ഒരു എയിം ഉണ്ടാവില്ല, അവർക്കൊരു ഇൻകം പോലും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈ, സ്വന്തം മൊബൈല്, ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, 100 സ്പ്രെഡ് വൈറസ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ബട്ട് റാക്ക് ഞാൻ ഡിസൈഡ് ചെയ്തു ഈ സംഭവത്തിൽ കൺഫ്യൂഷൻ മാറ്റാം. ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചു. ഓക്കെ, കയ്പ് എടുത്ത് കളയും. മനസ്സിലായോ? കയ്പ് എടുത്ത് കളയും. ഞാൻ വളരുന്നതിനനുസരിച്ചിട്ട് ഓരോരോ വൈറസിനെടുത്തിട്ട് പുറത്തിടും.
നിങ്ങൾ ഈ മറിക്കുന്ന മുഖം, ഞാൻ മറിക്കാത്തല്ലേ നിങ്ങളുടെ പ്രശ്നം. മറിക്കാത്തതിനേക്കാളും ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയും? മുഖം മറച്ചിട്ട് കുറ്റം പറച്ചിൽ, മുഖം മറച്ചിട്ട് അബ്യൂസിങ് വേർഡ്സ്. ഞാൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എനിമീസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഡ് കമൻസ് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കുള്ള ഓരോ പണിഷ്മെൻറ്റ്, ലീഗൽ പണിഷ്മെൻറ്റ് അധികം വൈകാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡിയാണോ? ഓക്കെ അല്ലേ? റോഷിദ്, ഇതിലും വലിയ മുല കാണിച്ചത് ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടല്ല. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ സ്റ്റൈല്. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ സ്റ്റൈല്. ഇനി താങ്കളുടെ ഇഷ്ടപ്രകാരം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഡ്രസ്സ് കൊറിയർ ചെയ്യും ദേറ. ഓക്കെ, അതെങ്കിലും കാണിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഡ്രസ്സ് ചെയ്ത് കാണണമെങ്കിൽ. അല്ലെങ്കിൽ ഈ ലൈവ് നിന്ന് ഇറങ്ങിപ്പോ. ഓക്കെ, ബ്ലോക്ക് അടിച്ച് വിടൂല. ബിക്കോസ് ബ്ലോക്ക് അടിക്കാനല്ല ഞാനിവിടെ. എനിവേ, എല്ലാവരോടും നന്ദി മാത്രം, എല്ലാവരോടും സന്തോഷം മാത്രം. ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്ത ആളുകളാണ്. ഇതല്ല എൻ്റെ ലൈവിൻ്റെ സ്റ്റാൻഡേർഡ്. ഇന്ന് നമ്മൾ കുറച്ച് കൂതറുകളോട് സംസാരിക്കുന്നതാണ്. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് സെക്ഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെയാണ്. ഇന്ന് ടോപ്പിക് ഉണ്ടായിരുന്നില്ല. എന്നും ഓരോരോ ടോപ്പിക് എടുക്കാറുണ്ട്. എന്നാൽ ഇന്നൊരു ടോപ്പിക്കിന്റെ ഭാഗമായി ഞാൻ സംസാരിച്ചു. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പക്ഷേ ഇപ്പം വായിക്കാൻ എനിക്ക് സമയമില്ല. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ ഇത്ര മാത്രമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാനുള്ളത് ടിക്ടോക്കാണ്. ടിക്ടോക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കയ്പ് കൊണ്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. പക്ഷേ ഞാൻ കൺഫ്യൂഷൻ മാറ്റുകയാണ്. ഞാൻ ടിക്ടോക്കിൽ ഉണ്ടാക്കും, ഇന്നും നാളെയും എന്നും. നാളെ വന്ന് ലൈവ് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.